ഇഫ് എ ബോക്സ് ഓഫ് സ്വീറ്റ്സ് ഈസ് ഡിവൈഡഡ് എമംഗ് 24 ചിൽഡ്രൻ ദേ വിൽ ഗെറ്റ് 5 സ്വീറ്റ്സ് ഈച്ച്. അപ്പോൾ ഒരു ബോക്സിൽ ഉള്ള സ്വീറ്റ്സിനെ 24 ചിൽഡ്രന് ഡിവൈഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും എത്ര വെച്ച് കിട്ടി? 5 സ്വീറ്റ്സ് വെച്ച് കിട്ടി. ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ് ഇഫ് ദ നമ്പർ ഓഫ് ദി ചിൽഡ്രൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ 4? അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രനിൽ നിന്ന് 4 റെഡ്യൂസ് ചെയ്തു. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയായിരുന്നു? 24 ആയിരുന്നു. അതിൽ നിന്ന് 4 റെഡ്യൂസ് ചെയ്തു. അപ്പം 24ൽ നിന്ന് 4 റെഡ്യൂസ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 20 ഉണ്ട്. അപ്പം ഈ സ്വീറ്റ്സ് 20 ചിൽഡ്രന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര സ്വീറ്റ് വെച്ച് കിട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾക്ക് ഇവിടെ എന്തെഴുതാം? സപ്പോസ് ദാറ്റ് ഈച്ച് വുഡ് ഗെറ്റ് എക്സ് സ്വീറ്റ്സ് എന്ന് എഴുതാം. നമുക്ക് എത്ര സ്വീറ്റ്സ് കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഇവിടെ ഒരു ടേബിൾ വരച്ച് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഇങ്ങോട്ട് എന്തെഴുതാം? സപ്പോസ് ദാറ്റ് each would get X sweets. The number of children, number of sweets. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 24 ആണെങ്കിൽ ഓരോരുത്തർക്കും 5 സ്വീറ്റ്സ് വെച്ച് കിട്ടും. 4 ചിൽഡ്രനെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എത്രയായി? 24 മൈനസ് 4 ഈസ് ഈക്വൽ ടു 20 ആയി. അപ്പം ഓരോരുത്തർക്കും എത്ര സ്വീറ്റ്സ് വെച്ച് കിട്ടുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം ഇല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 24ൽ നിന്ന് 20ലേക്ക് എന്തായി? ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെന്താവും? ഇത് ഇൻക്രീസ് ആവും. ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഡിക്രീസ് ആയി. അപ്പം നമ്പർ ഓഫ് സ്വീറ്റ്സ് ഇവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. 24 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു എക്സ്. ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ നമ്മുടെ റിലേഷൻ ഇങ്ങനെയാണ് അല്ലേ. x1 y1 ഈസ് ഈക്വൽ ടു x2 y2. ഇതിൽ നിന്ന് എക്സ് നമുക്ക് എന്ത് കിട്ടും? 24 ഇൻറ്റു 5 ബൈ 20 എന്ന് കിട്ടും. 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 വരും. 2 വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2, ഇവിടെ 12, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 1, ഇവിടെ 6. നമുക്ക് 4 വെച്ച് ഡയറക്റ്റ് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പം നമ്പർ ഓഫ് സ്വീറ്റ് ഓരോരുത്തർക്കും എത്ര വെച്ച് കിട്ടും? 6 വെച്ച് കിട്ടും. അപ്പോൾ 20 സ്റ്റുഡൻസിനാണ് സ്വീറ്റ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഓരോരുത്തർക്കും 6 സ്വീറ്റ് വെച്ചിട്ട് കിട്ടും. Next question number 5. A farmer has enough food to feed 20 animals in his cattle for 6 days. അപ്പോൾ ഒരു ഫാർമറിൻ്റെ കയ്യിൽ 6 days 20 ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ ആവശ്യമുള്ള ഫുഡ് ഒരു ഫാർമറിൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? അതായത് 6 ദിവസം 20 ആനിമൽസിനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് ഒരു ഫാർമറിൻ്റെ കയ്യിലുണ്ട്. ഹൗ ലോങ് വുഡ് ദ ഫുഡ് ലാസ്റ്റ് ഇഫ് ദർ വർ 20 മോർ ആനിമൽസ് ഇൻ ഹിസ് കാറ്റിൽ? അപ്പം ഈ ഫാർമറിൻ്റെ അടുത്ത് 10 മോർ ആനിമൽസും കൂടെ ഉണ്ടെങ്കിൽ ഈ ഫുഡ് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 6 days 20 ആനിമൽസിനെ കൊടുക്കാനുള്ള ഫുഡ് ഫാർമറിൻ്റെ കയ്യിലുണ്ട്. അപ്പം ഈ 20 ആനിമൽസിൻ്റെ കൂടെ 10 ആനിമൽസും കൂടെ ഉണ്ടെങ്കിൽ, അതായത് 20 എന്നുള്ളത് 30 ആയി കഴിഞ്ഞാൽ ഈ ഫുഡ് എത്ര ദിവസം ആനിമൽസിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 20 ആനിമൽസിന് 6 days കൊടുക്കുന്ന ഫുഡ് നമ്മൾ 30 ആനിമൽസിന് കൊടുക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് 6 days കൊടുക്കാൻ പറ്റില്ല അല്ലേ. അതിൽ കുറവേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ എന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പം നമുക്ക് നമ്മുടെ റിലേഷൻ ഇവിടെ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒന്ന് കോളം വരയ്ക്കാം. നമ്പർ ഓഫ് ആനിമൽസ്, അടുത്തത് നമ്പർ ഓഫ് ഡേയ്സ്. അപ്പം നമ്പർ ഓഫ് ആനിമൽസ് 20 ആണെങ്കിൽ 6 days കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 10 മോർ ആനിമൽസും കൂടെ ഉണ്ടെങ്കിൽ, അപ്പം 20 + 10 എത്രയാകും? 30 ആനിമൽസ് ഉണ്ടെങ്കിൽ എത്ര ദിവസത്തേന് ഫുഡ് കാണുമെന്നുള്ളത് നമ്മൾ എഴുതണം. അത് നമുക്കറിയില്ല അല്ലേ. അപ്പം അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇവിടെ അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് നമുക്ക് എഴുതാം. സപ്പോസ് ദാറ്റ് ദ ഫുഡ് വുഡ് ലാസ്റ്റ് ഫോർ എക്സ് ഡേയ്സ് എന്നൊരു സ്റ്റെപ്പ് നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. സപ്പോസ്
that the food would last for X days. അപ്പോൾ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 20 ഇൻറ്റു 6, അതായത് x1y1 ഈസ് ഈക്വൽ ടു x2 y2. അപ്പം x2 എന്ന് പറയുന്നത് 30 ആണ്, y2 ഈസ് x. ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കണം. x ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 6 ബൈ 30. 0യും 0യും കട്ടായി, 3യും 6 കൊണ്ട് കട്ടായി, ഇവിടെ 2 വരും. 2 ഇൻറ്റു 2 4. അപ്പോൾ x നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ 30 ആനിമൽസ് ആണുള്ളതെങ്കിൽ എത്ര ദിവസം കൊടുക്കാനുള്ള ഫുഡുണ്ട്? 4 days കൊടുക്കാനുള്ള ഫുഡേ ഫാർമറിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ദ ഫുഡ് വുഡ് ലാസ്റ്റ് ഫോർ 4 days. ഹെൻസ് ദ ഫുഡ് വുഡ് ലാസ്റ്റ് ഫോർ 4 days.